നമസ്കാരം. തദ്ദേശക വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ദിമിത്രോവ്. പ്രാദേശികം. ആദ്യം പ്രധാന വാർത്തകൾ. തുടർച്ചയായി രണ്ടാം തവണയും ദേശീയ അംഗീകാര നിറവിൽ കില. മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രത്യേക അവലോകന യോഗം കിലയിൽ ചേർന്നു. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് സൈക്കിൾ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് വീണ്ടും ദേശീയ പുരസ്കാരം. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. തുടർച്ചയായി രണ്ടാം തവണയും കിലയ്ക്ക് ദേശീയ അംഗീകാരം ലഭിച്ചതായി കില ഡയറക്ടർ ജനറൽ എ നിസാമുദ്ദീൻ IAS വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ദേശീയ പഞ്ചായത്ത് ക്ഷമതാ നിർമ്മാൺ സർവോത്തം സംസ്ഥാന പുരസ്കാർ വിഭാഗത്തിൽ 1ാം സ്ഥാനമാണ് ഈ വർഷവും കിലയ്ക്ക് ലഭിച്ചത്. ബീഹാറിലെ മധുബനിയിൽ വ്യാഴാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. അംഗീകാരം കിലയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചും തദ്ദേശ വകുപ്പിനെ സംബന്ധിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ചും കിട്ടുന്ന വലിയ അംഗീകാരമാണെന്നും ഡയറക്ടർ ജനറൽ പറഞ്ഞു. കില തൃശൂർ ആസ്ഥാനത്ത് സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിൽ കില രജിസ്ട്രാർ ടോബി തോമസ്, അർബൻ ചെയർ പ്രൊഫസർ ഡോക്ടർ അജിത് കാളയത്ത്, സീനിയർ അർബൻ ഫെലോ ഡോക്ടർ കെ രാജേഷ്, മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് കോർഡിനേറ്റർ പി ഷെബി, കില സെന്റർ ഫോർ SDG റിസർച്ച് അസോസിയേറ്റ് ആൻഡ് കോർഡിനേറ്റർ സുകന്യ KU തുടങ്ങിയവർ സംബന്ധിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളുടെ കാര്യശേഷി വർധനവിലൂടെ അവയുടെ നൈപുണ്യ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി 2023-24 വർഷത്തിൽ നടത്തിയ മാതൃകാപരമായ ഇടപെടലുകളാണ് കിലയ്ക്ക് 2025-ലും ദേശീയ അംഗീകാരം നേടിക്കൊടുത്തത്. ദേശീയ പഞ്ചായത്ത് രാജ് മന്ത്രാലയം നൽകുന്ന പുരസ്കാരങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള ഈ വർഷത്തെ ഏക സാന്നിധ്യമാണ് കില. 2024-ലും ഈ പുരസ്കാരം കിലയ്ക്കായിരുന്നു ലഭിച്ചത്. വികേന്ദ്രീകൃത ആസൂത്രണവും പ്രാദേശിക വികസന പ്രവർത്തനങ്ങളും ലോകത്തിന്റെ മാതൃകയായി അവതരിപ്പിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു വരികയാണ് കില. സമകാലിക ആവശ്യങ്ങൾക്കനുസൃതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ നവീകരിക്കാൻ കിലയിലൂടെ വിവിധങ്ങളായ പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. തദ്ദേശ ഭരണവുമായി ബന്ധപ്പെട്ട് വിവരശേഖരണത്തിനും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വവും നൽകി വരുന്നു. നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാരെ സഹായിക്കുന്ന ഒരു ഏജൻസി കൂടിയാണ് കില. തദ്ദേശ സ്വയംഭരണം, ലിംഗസമത്വം, കാലാവസ്ഥാ വ്യതിയാനം, ദുരന്ത ലഘൂകരണം, മാലിന്യ പരിപാലനം, പ്രാദേശിക വികസനം, ആരോഗ്യം, നഗരനയം മുതലായ വിഷയങ്ങളെ ആസ്പദമാക്കി പരിശീലന പരിപാടികൾ, സെമിനാറുകൾ, ശില്പശാലകൾ, ചർച്ചകൾ തുടങ്ങിയവ കില സംഘടിപ്പിക്കാറുണ്ട്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും പരിശീലന പരിപാടികൾക്കും പഠനങ്ങൾക്കും കിലയുടെ ഫാക്കൽറ്റി മറ്റ് ഏജൻസികളുമായി കൈകോർത്ത് പ്രവർത്തിച്ചു വരുന്നു. പരിശീലനത്തോടൊപ്പം അന്തർദേശീയ തലത്തിൽ ഒരു പഠന ഗവേഷണ സ്ഥാപനമായി വികസിക്കുക എന്നതാണ് കിലയുടെ ലക്ഷ്യം. അധികാര വികേന്ദ്രീകരണവും പ്രാദേശിക ആസൂത്രണവും സംബന്ധിച്ച പരിശീലന പരിപാടികൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയിലെ തന്നെ സുപ്രധാന ഒരു കേന്ദ്രമായി കില ഇതിനോടകം മാറിക്കഴിഞ്ഞു. അന്തർദേശീയ വികസന ഏജൻസികളായ UNDP, UNFPA, UNEP, UNICEF, UN ഹാബിറ്ററ്റ്, കോമൺവെൽത്ത് ലോക്കൽ ഗവൺമെന്റ് ഫോറം എന്നിവയുടെയും ദേശീയ തലത്തിൽ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രാലയം, കേന്ദ്ര നഗരവികസന മന്ത്രാലയം NIUA എന്നിവ നടപ്പാക്കുന്ന അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ ശക്തിപ്പെടുത്തുന്നതിനും കില വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. സെന്റർ ഫോർ അർബൻ ഗവേണൻസ്, ചൈൽഡ് റിസോഴ്സ് സെന്റർ, ജനറൽ സ്കൂൾ ഫോർ ലോക്കൽ ഗവേണൻസ്, ജിയോ ഇൻഫോർമാറ്റിക്സ് സെന്റർ, പരിസ്ഥിതി ജൈവവിദ്യ കാലാവസ്ഥാ വ്യതിയാന കേന്ദ്രം, സുസ്ഥിര വികസന കേന്ദ്രം, ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ ഹബ്ബ് തുടങ്ങിയ വിഷയ കേന്ദ്രങ്ങളും സംസ്ഥാന നഗരനയ കമ്മീഷൻ ടെക്നിക്കൽ സെക്രട്ടേറിയറ്റും കിലയിൽ പ്രവർത്തിച്ചു വരുന്നു. തുടർച്ചയായി രണ്ടാം തവണയും ദേശീയ പഞ്ചായത്ത് പുരസ്കാരം നേടിയ കിലയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് മന്ത്രി MP രാജേഷ്. ഗ്രാമപഞ്ചായത്തുകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും നൈപുണ്യ വികസനത്തിനും മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്താനും നടത്തിയ ഇടപെടലുകളാണ് കിലയെ ദേശീയ പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പഞ്ചായത്തുകൾക്ക് പിന്തുണ നൽകുന്ന സ്ഥാപനങ്ങളിൽ ദേശീയതലത്തിൽ 1ാം സ്ഥാനത്തെത്താൻ കിലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിനാകെ അഭിമാനകരമായ നേട്ടമാണ് ഇതെന്നും ദേശീയതലത്തിലെ ഈ പുരസ്കാരത്തിലൂടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെയാണ് അംഗീകരിക്കപ്പെടുന്നതെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക അവലോകന യോഗം കിലയിൽ ചേർന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷനായി. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IAS പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തനം മെച്ചപ്പെടുത്തേണ്ട 65 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഉച്ചതിരിഞ്ഞ് മാലിന്യ സംസ്കരണ മേഖലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തേണ്ട തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അഭിമുഖീകരിച്ച് ഓൺലൈനിലൂടെ സംവദിച്ചു. കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള ഇലക്ട്രിക് സൈക്കിൾ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിച്ചു. ആലത്തൂർ U+ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ ഊർജ്ജ വകുപ്പുകളും കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയവും സംയുക്തമായി നടപ്പാക്കുന്ന ഗ്രാമീണ വനിതകൾക്ക് ഇലക്ട്രിക് സൈക്കിളിലൂടെ സുസ്ഥിര ഗതാഗതം പദ്ധതിയുടെ ഭാഗമായാണ് സൈക്കിൾ വിതരണം സംഘടിപ്പിച്ചത്. ഗ്രാമീണ മേഖലയിലെ വനിതാ സംരംഭകർക്ക് ഇലക്ട്രിക് സൈക്കിളുകൾ നൽകുന്നത് വഴി അവരുടെ ഉപജീവന പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടാനും വരുമാന വർധനവിന് സഹായിക്കുകയുമാണ് പ്രധാന ലക്ഷ്യം. ചടങ്ങിൽ K രാധാകൃഷ്ണൻ MP മുഖ്യാതിഥിയായി. MLA-മാരായ KD പ്രസേനൻ, PP സുമോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനു മോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ NRLM ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറും പ്രോഗ്രാം ഓഫീസറുമായ C നവീൻ പദ്ധതി അവതരണം നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK ചന്ദ്ര സ്വാഗതവും എനർജി മാനേജ്മെന്റ് സെന്റർ രജിസ്ട്രാർ സുഭാഷ് ബാബു നന്ദിയും പറഞ്ഞു.
സംസ്ഥാനതല കുടുംബശ്രീ അവാർഡ് നിർണയ ശില്പശാലയ്ക്ക് കീഴിലെ തൃശൂർ ആസ്ഥാനത്ത് തുടക്കമായി. ശില്പശാലയുടെ ആദ്യ ദിനത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.പി. രാജേഷും തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ IAS പങ്കെടുക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്തു. ശനിയാഴ്ച വരെയാണ് അവാർഡ് നിർണയ പ്രവർത്തനങ്ങൾ. മെയ് 17-ന് കുടുംബശ്രീ ദിനത്തോടനുബന്ധിച്ച് അവാർഡ് വിതരണവും സംഘടിപ്പിക്കും. ആകെ 17 വിഭാഗങ്ങളിലാണ് സംസ്ഥാനതല അവാർഡുകൾ നൽകുന്നത്. മികച്ച അയൽക്കൂട്ടം, ADS, ഊര് സമിതി, സംരംഭ ഗ്രൂപ്പ്, സംരംഭക, ബഡ് സ്ഥാപനം, ജെൻഡർ റിസോഴ്സ് സെന്റർ, ഓക്സിലറി ഗ്രൂപ്പ്, ഓക്സിലറി സംരംഭം, സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക്, പബ്ലിക് റിലേഷൻസ് പ്രവർത്തനങ്ങൾ നടത്തിയ ജില്ല, മികച്ച ജില്ലാ മിഷൻ എന്നീ പുരസ്കാരങ്ങൾക്കൊപ്പം സംയോജന പ്രവർത്തനം, തനത് പ്രവർത്തനം, ഭരണനിർവഹണം, സൂക്ഷ്മ സാമ്പത്തിക പ്രവർത്തനങ്ങൾ, കാർഷിക മേഖല, മൃഗസംരക്ഷണം, സാമൂഹ്യ വികസനം, ജെൻഡർ, ട്രൈബൽ പ്രവർത്തനം, സൂക്ഷ്മ സംരംഭം എന്നിവയിൽ മികച്ച CDSകൾക്കും DDU, GKY, KDISC പുരസ്കാരങ്ങളും നൽകും. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന് വീണ്ടും ദേശീയ പുരസ്കാരം. ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാം വിജയകരമായി നടത്തിയതിലൂടെ പൊതുഭരണ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ 2024 പുരസ്കാരമാണ് ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചത്. ആരോഗ്യവും പോഷകാഹാരവും, വിദ്യാഭ്യാസം, കൃഷിയും അനുബന്ധ സേവനങ്ങളും, അടിസ്ഥാന സൗകര്യ വികസനം, ഗോത്രവർഗ മേഖലകളിലെ പ്രത്യേക പ്രവർത്തനം, സംരംഭകത്വ വികസനം, സാമൂഹിക വികസനം എന്നീ മേഖലകളുടെ വികസനത്തിന് ഊന്നൽ നൽകിയുള്ള പ്രവർത്തനത്തിന് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. രാജ്യത്തെ 264 ആസ്പിറേഷണൽ ബ്ലോക്കുകളെ മറികടന്നാണ് പരപ്പ മുന്നിലെത്തിയത്. ദക്ഷിണേന്ത്യയിലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തായും തുടർന്ന് രാജ്യത്തെ 2ാമത്തെ ബ്ലോക്ക് പഞ്ചായത്തായും പരപ്പ നേരത്തെ അംഗീകാരം നേടിയിരുന്നു. 3.5 കോടി രൂപയുടെ പുരസ്കാരവും ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചിരുന്നു. പഞ്ചായത്ത് ഭരണസമിതികൾ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ, ത്രിതല പഞ്ചായത്ത് ജീവനക്കാർ എന്നിവരുടെ സഹകരണവും കളക്ടറുടെ പിന്തുണയും ബ്ലോക്ക് പഞ്ചായത്തിനെ നേട്ടം കൈവരിക്കാൻ സഹായിച്ചെന്ന് പ്രസിഡന്റ് M. ലക്ഷ്മി പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെയും എന്റെ കേരളം പ്രദർശന വിപണനമേളയുടെയും സംസ്ഥാനതല ഉദ്ഘാടനം കാസർഗോഡ് കാലിക്കടവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മന്ത്രിമാരായ K. രാജൻ, KN ബാലഗോപാൽ, K. കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, V. അബ്ദുറഹ്മാൻ, MLA-മാരായ E. ചന്ദ്രശേഖരൻ, CH കുഞ്ഞമ്പു, M. രാജഗോപാലൻ, ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് പീലിക്കോട് പഞ്ചായത്ത് മൈതാനിയിൽ പ്രദർശനം 27 വരെ തുടരും. സംസ്ഥാനത്ത് മെയ് 30 വരെയാണ് വാർഷികാഘോഷം. എല്ലാ ജില്ലയിലും മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗവും പ്രദർശന വിപണന മേളകളും ഉണ്ടാവും. തിരുവനന്തപുരത്താണ് സമാപനം. വഴിയോര കച്ചവടക്കാരുടെ ഉന്നമനവും പുനരധിവാസവും ഉറപ്പുവരുത്താൻ കോഴിക്കോട് കോർപ്പറേഷൻ ആവിഷ്കരിച്ച തിരിച്ചറിയൽ കാർഡ് വിതരണം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.P. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കണ്ടംകുളം ജൂബിലി ഹാളിൽ നടന്ന ചടങ്ങിൽ 1952 പേർക്കാണ് തിരിച്ചറിയൽ കാർഡ് വിതരണം ചെയ്തത്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി നടത്തിയ സർവേയിൽ 2812 വഴിയോര കച്ചവടക്കാരെയാണ് കണ്ടെത്തിയത്. ഇവർക്കായി നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ക്യാമ്പ് നടത്തി നേരിട്ട് ഫോട്ടോ എടുത്ത് വിവരശേഖരണം നടത്തിയാണ് തിരിച്ചറിയൽ കാർഡ് തയ്യാറാക്കിയത്. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് ദേവർകോയിൽ MLA മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പഞ്ചായത്ത് ഓഫീസ് നവീകരിച്ചത്. ആർട്ട്കോ ലിമിറ്റഡാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ചടങ്ങിൽ സംസ്ഥാനത്തെ മികച്ച അംഗനവാടി ഹെൽപ്പർക്കുള്ള അവാർഡ് ലഭിച്ച ആനിസ് ബാബുവിനെയും ആർട്ട്കോ ലിമിറ്റഡ് പ്രതിനിധിയെയും ആദരിച്ചു. അരിമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ വിശിഷ്ടാതിഥിയായി. വൈസ് പ്രസിഡന്റ് CG സജീഷ്, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സർക്കാർ സംവിധാനങ്ങൾ വിരൽത്തുമ്പിൽ ലഭ്യമാകും വിധം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി കേരളം മാറിയെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി M.P. രാജേഷ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ DG കേരള സംരംഭത്തിന് കീഴിൽ 21 ലക്ഷത്തിലധികം ആളുകളെ ഡിജിറ്റൽ സാക്ഷരരാക്കാൻ സാധിച്ചതായി മന്ത്രി പറഞ്ഞു. നിർമ്മാണം പൂർത്തീകരിച്ച കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ KD പ്രസിഡന്റ് MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മാധവൻ സ്വാഗതവും സെക്രട്ടറി R. ഷീന നന്ദിയും പറഞ്ഞു. KD പ്രസിഡന്റ് MLA-യുടെ 2017-18, 2020-21 വർഷങ്ങളിലെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1.75 കോടി രൂപ വിനിയോഗിച്ചാണ് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണം പൂർത്തീകരിച്ചത്. വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന തൃശൂർ തൊഴിൽ പൂരം ഏപ്രിൽ 26-ന് നടക്കും. മെഗാ ജോബ് എക്സ്പോയോടുകൂടി നടത്തുന്ന പരിപാടിയിൽ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും വിമല കോളേജും വേദികളാവും. 132 കമ്പനികളിൽ നിന്നായി 485 തരം ജോലികൾക്കായി അഭിമുഖം നടക്കും. ആകെ 35,000-ഓളം പേർക്കാണ് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത്. ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവർക്ക് മേളയിൽ പങ്കെടുക്കാനാവും. വെള്ളിയാഴ്ച വരെ അപേക്ഷിക്കാനാവും. 1 മാസം നീണ്ടു നിൽക്കുന്ന തൊഴിൽ പൂരത്തിലൂടെ 20,000 ഉദ്യോഗാർത്ഥികൾക്ക് എങ്കിലും ജോലി കൊടുക്കുന്നതിനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംയുക്ത പ്രോജക്റ്റിലൂടെ ലക്ഷ്യമിടുന്നത്. തൊഴിൽ മേളകൾക്കും സ്കിൽ ഡെവലപ്മെന്റ് പരിശീലനത്തിനുമായി 6.6 കോടി രൂപ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വകയിരുത്തിയിട്ടുണ്ട്. ജോലികൾക്ക് അപേക്ഷിക്കുന്നവർക്ക് ജോബ് സ്റ്റേഷനുകളിൽ വെച്ച് അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ലഘു പരിശീലന പരിപാടിയും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. രാവിലെ 11 മണിക്കും വൈകിട്ട് 3 മണിക്കും ആണ് പരിശീലന പരിപാടി നടക്കുക. അഭിമുഖവും അത് നടക്കുന്ന സ്ഥലവും അപേക്ഷകരെ ജോബ് സ്റ്റേഷനുകൾ വഴി മുൻകൂട്ടി അറിയിക്കും. തൃശൂർ കോർപ്പറേഷന്റെ സിൽവർ ജൂബിലി ആഘോഷവുമായി ബന്ധപ്പെട്ട് മെയ് 18 മുതൽ 24 വരെ തേക്കിൻകാട് മൈതാനത്ത് പ്രത്യേക തൊഴിൽ മേളകളും നടക്കും. 4 ദിവസം വിവിധ വിഭാഗം ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഉണ്ടാവും. കൊടുവള്ളി നഗരസഭ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച 4 പ്രവൃത്തികളുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു നിർവഹിച്ചു.
എലിയോട്ടുപോയിൽ വെള്ളാരങ്കല്ല് റോഡ്, എരഞ്ഞോണ ജലനിധി റോഡ്, എരഞ്ഞോണ പൂക്കാട്ട് റോഡ്, തോണിക്കടവ് കുളിക്കടവ് എന്നിവയാണ് പൂർത്തീകരിച്ചത്. AP സുലൈമാൻ, V മജീദ്, AP ഹുസൈൻ ഹാജി, PK ആലി, മുഹമ്മദ് ബിച്ചി, വെള്ളന്നൽ മുഹമ്മദ്, KKT യൂസഫ്, KKT നാസർ, NC മുഹമ്മദ്, VK അബൂബക്കർ, നൌഷാദ് കണിയാറക്കൽ, E നജീബ്, ഷംസീർ, KK ഷംസു, മുജീബ് എരഞ്ഞോണ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നടപ്പാക്കുന്ന വിത്ത് ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി നെൽവിത്ത് വിളവെടുപ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നൂറനാട് പഞ്ചായത്തിലെ ഇടപ്പൂൺ പാടശേഖരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി നിർവഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ബിനു ഐസക് രാജു അധ്യക്ഷയായി. നൂറനാട് പഞ്ചായത്തിലെ കർഷകർ രജിസ്ട്രേഡ് വിത്ത് ഉൽപാദക പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച മനുരത്ന ഇനത്തിൽപ്പെട്ട വിത്തിന്റെ ഒന്നാം ഘട്ട കൊയ്ത്ത് ഉദ്ഘാടനമാണ് ഇടപ്പൂൺ പാടശേഖരത്തിൽ പൂർത്തിയാക്കിയത്. 20 ഏക്കർ പാടത്തു നിന്നും 40 ടൺ വിത്താണ് സംഭരിച്ചത്. 600 ജില്ലാ ഫാമിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. നൂറനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് K തുഷാര, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VP സോണി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാദേശികം അവസാനിക്കുന്നു. ഇനി നേർക്കാഴ്ച. ഇത്തവണത്തെ നേർക്കാഴ്ചയിൽ തിരുവനന്തപുരം കനകക്കുന്നിൽ സംഘടിപ്പിച്ച ദേശീയ വൃത്തി കോൺക്ലേവ് 2025 നടന്ന വിവിധ പ്രദർശനങ്ങളും വ്യത്യസ്തമായ കാഴ്ചകളും കാണാം. എങ്ങനെയായിരിക്കണം ഒരു മാതൃകാ ശുചിത്വ മേഖല എന്നതിന്റെ ഉദാഹരണമായി വൃത്തി കോൺക്ലേവിൽ ഒരുക്കിയ വൃത്തിയൂർ എന്ന പ്രദേശത്തിന്റെ മോഡൽ. മാലിന്യ സംസ്കരണത്തിലെ പരമ്പരാഗത നൂതന വിദ്യകളെ കോർത്തിണക്കി ഓരോ ഭൂപ്രദേശവും മാലിന്യമുക്തമാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുന്ന ഈ മാതൃക വളരെ ശ്രദ്ധ നേടി. വിശദമായി കാണാം വൃത്തിയൂരിലെ വിശേഷങ്ങൾ. നമ്മൾ ഈ മാലിന്യ സംസ്കരണത്തെ പറ്റിയുള്ള എല്ലാ ആശയങ്ങളും ജനങ്ങളോട് പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സിബിഷൻ ഏരിയ എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ വൃത്തിയൂർ ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങൾക്ക് നിറയെ സംശയങ്ങൾ ഉണ്ടാകും. എന്റെ വീട്ടിൽ ഈ ഉത്പാദിക്കുന്ന ഈ തരത്തിലുള്ള മാലിന്യം ഈ ക്വാണ്ടിറ്റിക്ക് ഞാൻ ഏത് തരത്തിലുള്ള സംവിധാനം ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഓരോ തരത്തിലും പരിചയപ്പെടുത്തുന്ന തരത്തിലുള്ള മോഡൽസ് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിൽ ഓരോ സ്ഥലത്തിനും സൂട്ടബിൾ ആയിട്ടുള്ള മെക്കാനിസംസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനപ്പുറത്തേക്ക് ഒരു നഗരത്തിനോ ഗ്രാമത്തിനോ സൂട്ടബിൾ ആയിട്ടുള്ള കുറച്ചുകൂടെ വലിയ തരത്തിലുള്ള മോഡലുകൾ ഇപ്പൊ നോക്കുവാണെങ്കിൽ ദ്രവമാലിന്യ സംസ്കരണം. അപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് ദ്രവമാലിന്യ സംസ്കരണം നടക്കുന്നത് മുട്ടത്തറ പ്ലാന്റ് കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഒരു വലിയ സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങളും അത് പ്രത്യേകം നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റും. അപ്പൊ അത് ഒരുക്കാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കും അതുപോലെ സ്ഥാപനങ്ങൾക്കും ഇതിന്റെ പോളിസി മേക്കേഴ്സിനും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കുന്ന രീതിയിലാണ് ഞങ്ങൾ ഇത് ഒരുക്കിയത്. വൃത്തി കോൺക്ലേവിൽ ഉപയോഗിച്ച പോളിയെത്തിലീൻ വസ്തുക്കൾ പരിപാടി കഴിഞ്ഞുടൻ കൈയോട് റീസൈക്ലിംഗിന് അയച്ച മാതൃക സൃഷ്ടിച്ച സംഘാടകർ. എല്ലാ പൊതുപരിപാടികളിലും പാലിക്കേണ്ട പുതിയൊരു മാതൃക കൂടി സമ്മാനിച്ചുള്ള റീസൈക്ലിംഗ് പ്രവർത്തികൾ വിലയിരുത്താനും പ്രോത്സാഹിപ്പിക്കാനും മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ സംഘം നേരിട്ട് പങ്കെടുത്തപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ച ഈ കോൺക്ലേവിൽ ഉപയോഗിച്ച എല്ലാ പ്രിന്റുകളും, അതായത് പോളിയെത്തിലിൻ വള്ളയർ പ്രിന്റ്, പോളിയെത്തിലിൻ എന്ന പോളിമർ വെച്ച് ഉപയോഗിച്ച ഈ പ്രിന്റുകളെല്ലാം ഞങ്ങൾ ഇന്ന് നമ്മുടെ മന്ത്രി, അതായത് LSGD മിനിസ്റ്റർ എന്നത് റീപ്രോസസ് ചെയ്ത് അതൊരു ഗ്രാനുൾസ് ആക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ നടന്ന നമ്മുടെ ഈ പരിപാടിയിൽ ഒരു മാലിന്യവും ഇല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളുടെ PRIA പ്ലാസ്റ്റിക് റീസൈക്കിൾ ഇൻഡസ്ട്രി അസോസിയേഷൻ ഇവിടെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതിന് ഏറ്റവും നല്ല രീതിയിൽ നമ്മളോട് സഹകരിച്ച ശുചിത്വ മിഷനും അതുപോലെ തന്നെ LSGD മിനിസ്റ്ററും അതുപോലെ തന്നെ അവരുടെ വകുപ്പ് തല ഉദ്യോഗസ്ഥന്മാരും ഇതിന് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പരിപാടി ഇങ്ങനെ ഒരു വിജയത്തിലേക്ക് എത്തിച്ചതിന് വളരെയേറെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ നമുക്ക് വലിയൊരു സംതൃപ്തിയുണ്ട്. ഒരുവിധം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു പ്ലാസ്റ്റിക് ഒരു മാലിന്യമല്ല, അതൊരു പുതിയ പ്രൊഡക്റ്റ് ആവുമെന്നുള്ളത്. അപ്പോൾ ഈ ഫ്ലെക്സും കൂടി ഞങ്ങളത് റീപ്രോസസ് ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട്. പുനരുപയോഗിക്കാൻ സാധിക്കാത്ത മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നൂതന സംവിധാനമായ ലാൻഡ്ഫിൽ മാതൃകയെ മന്ത്രി MP രാജേഷ് പരിചയപ്പെടുത്തുന്നു. കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി ഒരുക്കിയ സയന്റിഫിക് ലാൻഡ്ഫിൽ എന്ന മനോഹരമായ ആവിഷ്കാരത്തിനാണ് എക്സിബിഷനിൽ പങ്കെടുത്ത ഗവൺമെന്റ് ഏജൻസി വിഭാഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ഈ കാണുന്നതാണ് ഒരു സയന്റിഫിക് ലാൻഡ്ഫില്ലിന്റെ മാതൃക. കേരളത്തിൽ നിലവിൽ അമ്പലമേടിൽ കീലിന്റെ നേതൃത്വത്തിൽ മാത്രമാണ് ഒരു സയന്റിഫിക് ലാൻഡ്ഫിൽ പ്രവർത്തിക്കുന്നത്. സമാനമായിട്ടുള്ള 5 സയന്റിഫിക് ലാൻഡ്ഫില്ലുകളെങ്കിലും സ്ഥാപിക്കാൻ വേണ്ടിയാണ് KSWMPയുടെ കേരള ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായിട്ട് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഈ സയന്റിഫിക് ലാൻഡ്ഫില്ലിനെ കുറിച്ച് ഉണ്ട്. നമ്മുടെ ചില പഴയ അനുഭവങ്ങളെ മുൻനിർത്തിയായിരിക്കും ഇത്തരം തെറ്റിദ്ധാരണകളെല്ലാം. സയന്റിഫിക് ലാൻഡ്ഫിൽ എന്ന് പറഞ്ഞാൽ മാലിന്യം മുഴുവൻ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമല്ല. സംസ്കരിച്ച ശേഷമുള്ള മാലിന്യത്തിൻ്റെ 7% വരുന്ന
അവശിഷ്ടങ്ങൾ മാത്രമാണ് വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഇങ്ങനെ അടുക്കടുക്കടുക്കായി ഓരോ അടുക്കും പ്രത്യേകമായി സംരക്ഷിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് കിനിഞ്ഞിറങ്ങാത്ത തരത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കുന്ന ജിയോ ടെക്സ്റ്റൈൽ സംവിധാനം ഉപയോഗിച്ച് സംരക്ഷിച്ചുകൊണ്ടാണ് ഈ സയൻറ്റിഫിക് ലാൻഡ്ഫിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ലോകത്തെ എല്ലാ വികസിത രാജ്യങ്ങളിലും ഉള്ളതുപോലുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള 5 ലാൻഡ്ഫില്ലുകൾ കേരളത്തിൽ ഒരുക്കാനാണ് ശ്രമിക്കുന്നത്. അത് കേരളത്തിലെ മാലിന്യ സംസ്കരണത്തിൽ വളരെ വിപ്ലവകരമായ ഒരു ചുവടുവെപ്പായിരിക്കും. അതിനെക്കുറിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും അകറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള ഈ മാതൃക. KSWMP തയ്യാറാക്കിയിട്ടുള്ള ഈ മാതൃക ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. പലപ്പോഴും മാലിന്യ സംസ്കരണത്തെ സംബന്ധിച്ച് ലാൻഡ്ഫില്ലിനെ കുറിച്ചൊക്കെ അന്ധവിശ്വാസ സമാനമായിട്ടുള്ള എതിർപ്പുകളാണ് ഉണ്ടാകുന്നത്. കാര്യങ്ങൾ ശാസ്ത്രീയമായിട്ട് മനസ്സിലാക്കാൻ അവസരമില്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നത്. ഈ വസ്തുതകൾ ആളുകളിലേക്ക് എത്തിക്കുക, അവരെ ഇതിനെക്കുറിച്ചെല്ലാം അറിവുള്ളവരാക്കി മാറ്റുക എന്നതുകൂടി നമ്മുടെ ഉത്തരവാദിത്തമാണ്. വൃത്തി കോൺക്ലേവിലെ വേസ്റ്റ് ടു ആർട്ട് ഇൻസ്റ്റലേഷൻ. അടുത്തതായി നമുക്ക് സംസാരിക്കാം. പാലക്കാട് ജില്ലയിലെ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ആണ് ഇന്ന് നമുക്ക് സംസാരിക്കാൻ പരിപാടിയിൽ നമ്മോടൊപ്പം ഉള്ളത്. എൻ്റെ പേര് സുരേഷ്. ഞാൻ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. പാലക്കാട് ജില്ലയിലെ ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ്. അതിദാരിദ്ര്യ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? അതിദരിദ്രരായി കണ്ടെത്തിയ കുടുംബങ്ങളുടെ എണ്ണം 62 പഞ്ചായത്തിൽ. അവർക്ക് വിവിധ ആവശ്യങ്ങളുണ്ടായിരുന്നു. അതിലേതാണ്ട് പൂർണ്ണമായും ആ ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടിട്ടുണ്ട്. 8 പേർക്കാണ് വീടിൻ്റെ ആവശ്യമുണ്ടായിരുന്നത്. 7 പേരുടെയും വീട് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരാളുടെ വീട് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്ഥലമില്ലാത്ത ഒരു അതിദരിദ്ര കുടുംബം ഉണ്ടായിരുന്നു. അവർക്ക് സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വീട് നിർമ്മിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആധാർ ഇല്ലാത്തത്, റേഷൻ കാർഡ് ഇല്ലാത്തത് തുടങ്ങിയ വിവിധ തരത്തിലുള്ള അത്തരത്തിലുള്ള രേഖകളില്ലാത്ത കുറച്ച് പേർ ഉണ്ടായിരുന്നു. അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിദരിദ്രരില്ലാത്ത പഞ്ചായത്തായി ഏറ്റവും പെട്ടെന്ന് തന്നെ പ്രഖ്യാപിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ കാർഷിക മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? സമഗ്ര കാർഷിക സുസ്ഥിര വികസനം എന്ന ഗ്രാമപഞ്ചായത്ത് അസോസിയേഷന്റെ മുൻകൈയിലുള്ള പരിപാടി ഏറ്റെടുത്ത പഞ്ചായത്താണ് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത്. തരിശുഭൂമിയില്ലാത്ത പഞ്ചായത്തായി പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. സമഗ്രമായിട്ടുള്ള കർഷകരുടെ ദൈനംദിനമായ ആവശ്യങ്ങൾ ഉൾപ്പെടെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കർഷക സൗഹൃദമായ പഞ്ചായത്തായി ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് ഇതിനോടകം തന്നെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ മേഖലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇക്കഴിഞ്ഞ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ അത് ഈവനിങ് OP ഉള്ള വിവിധ തരം ടെസ്റ്റുകളുള്ള
ആളുകളുടെ പ്രയാസങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ട് താഴേക്ക് ചെന്ന് അന്വേഷിക്കുന്ന വാർഡ് തലത്തിൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന നിലയിലേക്ക് അതിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിട്ടുണ്ട്. ഈവനിംഗ് OP വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. പാലിയേറ്റീവ് മേഖലയിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. 143 വരുന്ന കിടപ്പ് രോഗികളുടെ എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ പാലിയേറ്റീവ് രംഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. നിലവിൽ 1 യൂണിറ്റാണ് പാലിയേറ്റീവ് യൂണിറ്റായിട്ട് അവിടെയുള്ളത്. അത് 2 യൂണിറ്റായി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചു. അതിനാവശ്യമായിട്ടുള്ള ആംബുലൻസ് ഈ മാസം 28-ാം തീയതി ഞങ്ങൾക്ക് ലഭിക്കും. അതിൻ്റെ മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. സാന്ത്വന പരിചരണ മേഖലയിൽ ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതിലെ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ വിവിധ ഉല്ലാസയാത്രകൾ തുടങ്ങിയിട്ടുള്ള അവരുടെ മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുന്നതും അതുമാതിരി അവരുടെ വിവിധ ആഘോഷവേളകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും ഭക്ഷണ കിറ്റുകൾ ഉൾപ്പെടെ നൽകിക്കൊണ്ട് അതിനാവശ്യമായ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുന്നുണ്ട്. എല്ലാവർക്കും മരുന്നും ചികിത്സയും എല്ലാ പരിചരണവും ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. അടുത്തതായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ക്ഷേമത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ആ മേഖലയിൽ പ്രത്യേകിച്ച് അംഗൻവാടികൾ കേന്ദ്രീകരിച്ച് വലിയ മാറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 32 അംഗൻവാടികളാണ് പഞ്ചായത്തിൽ ആകെയുള്ളത്. ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്ന സന്ദർഭത്തിൽ 10 അംഗൻവാടികൾക്ക് കെട്ടിടം ഉണ്ടായിരുന്നില്ല. അതിപ്പോൾ പൂർത്തീകരിക്കുകയാണ്. എല്ലാ അംഗൻവാടികൾക്കും കെട്ടിടം, എല്ലാ അംഗൻവാടികൾക്കും മികച്ച നിലയിലുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ അംഗൻവാടികളും മിനി പാർക്കുകളായി കുട്ടികൾക്ക് എല്ലാ നിലയിലുമുള്ള ഉല്ലാസത്തിന് സാധ്യമാകുന്ന പാർക്കുകളായി മിനി പാർക്കുകൾ എന്ന നിലയിലേക്ക് അംഗൻവാടികളെ മാറ്റുകയാണ്. അവിടേക്ക് ആവശ്യമായിട്ടുള്ള കളി ഉപകരണങ്ങൾ, മറ്റു തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും, പിന്നെ അവിടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഫ്രിഡ്ജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. സവിശേഷമായ മറ്റൊരു കാര്യം കൂടി ചെയ്തു. അവിടെ കേരളത്തിൽ ആദ്യമായിട്ടാണ്, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയുണ്ടോയെന്ന് അറിയില്ല, എല്ലാ അംഗൻവാടികളിലും കുട്ടികൾക്ക് ID കാർഡും യൂണിഫോമും ഉണ്ടിപ്പോൾ. അത് കേരളത്തിൽ ആദ്യമായിട്ടുള്ളൊരു പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. അതുമാതിരി സ്ത്രീകളുടെ കാര്യത്തിൽ ജാഗ്രതാ സമിതി വളരെ ഫലപ്രദമായിട്ട് ഇടപെടുന്നുണ്ട്. കൃത്യമായി അതിൻ്റെ യോഗം ചേരുകയും വരുന്ന പരാതികൾ പരിഹരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്കിടയിൽ ബോധവൽക്കരണത്തിന് ആവശ്യമായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നിരവധിയായി സംഘടിപ്പിച്ചിട്ടുണ്ട്. പോഷകാഹാരങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് നൽകുന്നുണ്ട്. അടുത്തതായി മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ ഹരിതകർമ്മസേന വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു. അതിൻ്റെ സർവീസ് 100% എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ എല്ലാ വിദ്യാലയങ്ങളും, 12 വിദ്യാലയങ്ങളാണ് പഞ്ചായത്തിലുള്ളത്, എല്ലാം ഹരിത വിദ്യാലയങ്ങളായി മാറി. എല്ലാ സർക്കാർ ഓഫീസുകളും ഹരിത സർക്കാർ ഓഫീസുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുപോലെ പ്രധാന ടൗണുകൾ, കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം പൂർണ്ണമായും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. CCTVകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ബോട്ടിൽ ബൂത്തുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പഞ്ചായത്തിലെ ഏതാണ്ട് പകുതിയിലധികം വരുന്ന വീടുകളിൽ ബയോബിൻ നൽകിയിട്ടുണ്ട്. ബാക്കി വീടുകളിലേക്കും നൽകുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ, അത് സർക്കാർ പ്രത്യേകമായി നിർദ്ദേശിച്ചിട്ടുള്ളതും അവിടെ ഗ്രാമപഞ്ചായത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഏറ്റെടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ രംഗത്ത് നടക്കുകയാണ്. ഈ മാസം 30 സമ്പൂർണമായും മാലിന്യരഹിതമായ പഞ്ചായത്തായി പഞ്ചായത്തിനെ പ്രഖ്യാപിക്കാൻ സാധിക്കും. നമ്മുടെ പഞ്ചായത്ത് ദുരന്ത നിവാരണത്തിന് വേണ്ടി എന്തെല്ലാം പദ്ധതികളാണ്? ദുരന്ത നിവാരണത്തിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതിക്ഷോഭമോ അതുപോലെ വെള്ളപ്പൊക്കം അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു പഞ്ചായത്തല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആവശ്യം വേണ്ടത്ര വരാറില്ല. പക്ഷെ അതിനുള്ള സമിതിയും അതിൻ്റെ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. വളണ്ടിയർ ഉണ്ട്, എല്ലാം ഉണ്ട്. അടുത്തതായി ടൂറിസം മേഖലയിലെ ടൂറിസം മേഖല അവിടെ ഈ ഭാരതപ്പുഴയുടെ ഓരത്ത് നിൽക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്.
മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം അവിടെയാണ്. തൊട്ടടുത്താണ് VKNന്റെ സ്മാരകം. ഇങ്ങനെ തുടങ്ങി സാംസ്കാരികമായ നല്ല പൈതൃകവും പാരമ്പര്യവും ഉള്ളൊരു പഞ്ചായത്താണ്. സദനം കഥകളി അക്കാദമി ഈ പഞ്ചായത്തിലാണ് പ്രവർത്തിക്കുന്നത്. ധാരാളം ക്ഷേത്രകലകളും പാരമ്പര്യ കലകളും ഒക്കെ അഭ്യസിക്കുന്ന കേന്ദ്രങ്ങൾ അവിടെയുണ്ട്. പക്ഷേ ഇവിടെ വേണ്ടത്ര ഒരു സപ്പോർട്ട് നമുക്ക് ലഭിച്ചിട്ടില്ല എന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഈ ഇതിനെയെല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഭാരതപ്പുഴയിലെ തടയണകൾ ഉൾപ്പെടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ടൂറിസം പദ്ധതി ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപയുടെ എസ്റ്റിമേറ്റാണ് അതിനുള്ളത്. പക്ഷേ അതിൻ്റെ മറ്റ് നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല. പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫണ്ട് വെക്കാനോ ചെലവഴിക്കാനോ സാധിക്കാത്ത സ്ഥിതി ഉണ്ടല്ലോ. ഞങ്ങളുടെ പഞ്ചായത്താണെങ്കിൽ ഓൺ ഫണ്ട് തീരെ കുറവുള്ളൊരു പഞ്ചായത്ത് കൂടിയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി പഞ്ചായത്തിൻ്റെ മുൻകൈയിൽ ഇത്തരം പദ്ധതികൾ പഞ്ചായത്തിൻ്റെ തനതായ പദ്ധതി എന്ന നിലയിൽ നടപ്പിലാക്കാൻ സാധിക്കില്ല. അതിന് സർക്കാരിൻ്റെ പിന്തുണ വേണം, ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്തുണ വേണം. അത് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 വർഷം മുൻപ് തന്നെ എസ്റ്റിമേറ്റ് എല്ലാം തയ്യാറാക്കിയതാണ്. അതിൻ്റെ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് ചെയ്യേണ്ടതെല്ലാം ചെയ്തതാണ്. പക്ഷേ അങ്ങനെയൊരു കാര്യം ഇപ്പോൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ആയിട്ടില്ല. ഇനി പഞ്ചായത്തിന്റെ ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാമോ? ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയുന്ന, അവരുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്ന വിധം, അതുപോലെ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ഉറപ്പാക്കാൻ കഴിയുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് ഈ ഭരണസമിതി വന്നത് മുതൽ ആ ഒരു ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പഞ്ചായത്തിലെ റോഡുകൾ, നിലവിലുണ്ടായിരുന്ന എല്ലാ റോഡുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണ്. പൊട്ടിപ്പൊളിഞ്ഞ ഒരു റോഡ് പോലും ആ പഞ്ചായത്തിൽ വന്നാൽ കാണാൻ സാധിക്കില്ല. പുതിയതായി ഒട്ടേറെ റോഡുകൾ പുതുതായിട്ട് നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ റോഡ് കണക്ടിവിറ്റിയുടെ കാര്യത്തിലായാലും അതിൻ്റെ ഗതാഗത സൗകര്യങ്ങളുടെ കാര്യത്തിലായാലും ഏതാണ്ട് 100% എന്ന് പറയാൻ, അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. അതോടൊപ്പം ഗ്രാമപഞ്ചായത്തിലെ തെരുവ് വിളക്കുകൾ, സമ്പൂർണ്ണ തെരുവ് വിളക്കുകൾ എന്ന ലക്ഷ്യം വെച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു. അതും ഏതാണ്ട് 100%-നോട് അടുത്ത് നിൽക്കുകയാണ്. ഈ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 20 കിലോമീറ്ററോളം ദൂരമാണ് പുതിയതായി സ്ട്രീറ്റ് മെയിൻ വലിച്ച് തെരുവിളക്കുകൾ സ്ഥാപിച്ചത്. 3000-ലധികം പുതിയ തെരുവിളക്കുകൾ സ്ഥാപിക്കുകയുണ്ടായി. അതിലൊരു സമ്പൂർണ്ണത ഈ വർഷത്തോടെ കൈവരും. അതുപോലെ തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ്. അവിടെ വരുന്ന എല്ലാവർക്കും ചായ അല്ലെങ്കിൽ കാപ്പി അല്ലെങ്കിൽ കുടിവെള്ളം ഇതെല്ലാം സൗജന്യമായിട്ട് നൽകുന്നുണ്ട്. ശരാശരി ഒരു 100-150ഓളം പേർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വരുന്നുണ്ട്. ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള വിവിധ ഘടക സ്ഥാപനങ്ങളുടെ ഓഫീസുകളിലേക്ക് വരുന്നുണ്ട്. ഇവർക്കെല്ലാം പൂർണ്ണമായും സൗജന്യമായും എല്ലാ ദിവസവും ചായയോ കാപ്പിയോ നൽകുന്നുണ്ട്. അതുപോലെ അവിടെ ഇരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും ഒക്കെ കഴിയാവുന്ന വിധമുള്ള സൗകര്യങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഓൺലൈൻ സേവനങ്ങളെല്ലാം നൽകുന്ന കുടുംബശ്രീയുടെ ഹെൽപ്പ് ഡെസ്ക് അവിടെ പ്രവർത്തനം നടത്തുന്നുണ്ട്. എല്ലാ വിധത്തിലും പഞ്ചായത്ത് ഓഫീസിൽ വന്നാൽ പിന്നീട് ഒരു കാര്യത്തിലും പുറത്തു പോകേണ്ട കാര്യം വരുന്നില്ല. പെൻഡിങ് ഫയലുകളുടെ കാര്യത്തിൽ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കുറവ് പെൻഡിങ് ആണ് ഉള്ള പഞ്ചായത്തായി ഞങ്ങളുടെ പഞ്ചായത്ത് മാറിയിട്ടുണ്ട്. നികുതി പിരിവിൻ്റെ കാര്യത്തിൽ 100% നികുതി പിരിവ് എന്ന ലക്ഷ്യം വെച്ച് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാർഷിക മേഖലയിൽ സമ്പൂർണമായിട്ടുള്ള കർഷകർക്ക് ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പുതുതായിട്ട് 2 ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതികൾ ആരംഭിച്ചു. മലമ്പുഴ കനാൽ ഭാഗമായിട്ടുള്ള ജലവിതരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങൾ നിലനിന്നിരുന്നതെല്ലാം മാറ്റി കൃത്യമായി കൃഷിക്കാർക്ക് താല്പര്യമുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്ത് പ്രവർത്തിക്കാൻ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ മേഖലയിലും, ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ അവിടെ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം നൽകുന്നുണ്ട് കുട്ടികൾക്ക്. അതുമാതിരി ഏറ്റവും സവിശേഷമായ മറ്റൊരു പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് അവിടെയുള്ള എല്ലാ പഞ്ചായത്തിലെ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂൾ വാടകയ്ക്കെടുത്ത് കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നുണ്ട്. ഇന്ന് കുട്ടികളെല്ലാം
നീന്തൽ അറിയാത്ത കുട്ടികളാണ്. എല്ലാവരും കുളിക്കുന്നത് ഇപ്പോൾ വീട്ടിലെ കുളിമുറികളിലാണ്. പഴയതുപോലെയുള്ള നീന്തൽ പഠിക്കാനുള്ള അവസരങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മുങ്ങിമരണങ്ങളും മറ്റുമൊക്കെ നിത്യേന റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന് പരിഹാരമായിട്ടാണ് എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകുക എന്ന ഒരു പദ്ധതി ആ മേഖലയിൽ ആരംഭിച്ചത്. 2 വർഷമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയുള്ള ആസ്തിയിലുള്ള ഒരു കുളം ഇപ്പോൾ നീന്തൽ കുളമാക്കി മാറ്റാൻ പദ്ധതി വെച്ചിട്ടുണ്ട്. അടുത്ത വർഷത്തോടുകൂടി പഞ്ചായത്തിൻ്റെ ഒരു നീന്തൽ കുളം പ്രവർത്തനക്ഷമമാകും. അതോടുകൂടി പൂർണ്ണമായും എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകാൻ സാധിക്കും. അവിടെ 2 തോടുകൾക്കുള്ള പാലങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഉയരാനും ആവശ്യങ്ങൾ നിർവഹിക്കാനും ഭാവിയിൽ ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ട നിലയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനാണ് തീരുമാനിച്ചത്. ഗ്രാമപഞ്ചായത്തിൻ്റെ ആ പ്രദേശത്ത് 253 പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രദേശത്താണ് കിൻഫ്ര പാർക്ക് ഉള്ളത്. വിദ്യാസമ്പന്നരായ പുതിയ തലമുറയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒട്ടേറെ പരിശീലന പ്രവർത്തനങ്ങളും ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധിയായ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന സർവതല സ്പർശിയായ ഒരു വികസന പരിപ്രേക്ഷ്യമാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഒരു ഘട്ടം ഈ വർഷത്തോടുകൂടി പൂർത്തിയാവുകയാണ്. ഇനിയും ഭാവിയിൽ നല്ല നല്ല പ്രവർത്തനങ്ങൾ വികസനങ്ങളും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, നന്ദി. താങ്ക് യു. തദ്ദേശകം അവസാനിക്കുന്നു. അടുത്തയാഴ്ച ഇതേ സമയം വീണ്ടും. തദ്ദേശകം.